വേണോ? വേണം. ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാൻ ഒന്നുമില്ല. എന്നാലും ഇല്ല. വാക്ക് കൊടുത്തപ്പോ ആലോചന താൻ. ഇവിടെ വാക്കല്ലേ കൊടുത്തത്, അല്ലാണ്ട് കിഡ്നി ഒന്നുമില്ലല്ലോ, മാറ്റാലോ. ഇവിടെ ഉളുപ്പുണ്ടാ ഉളുപ്പ്. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ പെശകൊന്നും ഇല്ലേ? ഒരു 1.5 വർഷം മുമ്പെങ്ങാണ്ട് ഇട്ടൊരു വീഡിയോയാണ്. അതിൽ ഞാൻ എന്റെ അബദ്ധത്തിൽ ഒന്ന് പറഞ്ഞു പോയി. ആ വീഡിയോ 3 ലക്ഷത്തിന് മുകളിലാവുകയാണെങ്കിൽ 3 ലക്ഷം നിനക്ക് അവരെക്കാൾ ഓർമ്മയുണ്ടല്ലേ? കണ്ണ് ഞാൻ കുത്തുമുണ്ടാക്കിയടാ. സാവുവാണെങ്കിൽ ചലഞ്ച് ചെയ്യാന്ന്. വെറും ചലഞ്ച് ഒന്നല്ല, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ചലഞ്ച്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറയാം. അപ്പൊ ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒരു വർഷം മുന്നേ നോക്കിയപ്പോഴത്തേക്ക് ആ വീഡിയോയ്ക്ക് 2.5 ലക്ഷം വ്യൂവിൽ നിൽക്കുക. അനക്കൊന്നുമില്ല. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് പറഞ്ഞു, വിനുക്കുട്ടേ ആ വീഡിയോയുടെ റീച്ച് നിന്നടാ, കുഴപ്പമില്ല, ഇനിയിപ്പോൾ നമുക്ക് ചലഞ്ച് ചെയ്യേണ്ടതെന്ന്. അതിന് ശേഷം ഒരു 6 മാസം മുന്നേ മുതൽ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ കമന്റിൽ വന്നു തുടങ്ങി. ചേച്ചി ആ വീഡിയോ 3 ലക്ഷം വ്യൂവിന് മേളിലായി. ഓബിയസ്ലി ഞാൻ മുതലാളിയോട് ഞാൻ പറഞ്ഞു, മുതലാളി ഇങ്ങനെ കമന്റ് ഒക്കെ വരുന്നുണ്ടെന്ന് വരും. അപ്പോൾ ഉടനെ എടുത്തേക്ക് മുതലാളി പറയണേ, അത് വല്ല 3 ലക്ഷം അല്ലെ 3.5 ആയി കാണത്തേ ഉള്ളൂ, കുഴപ്പമില്ല, അങ്ങോട്ട് മൈൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ സത്യം പറയണ്ടേ, നിക്കവിടെ അവരറിയട്ടത്. 5 മാസം 6 മാസം മുന്നേ ഞങ്ങൾ വീഡിയോ എടുത്ത് നോക്കി വെറുതെ എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഉണ്ടാകാണ്ട് 7 ലക്ഷത്തിന് മേളിൽ ആ വ്യൂ പോയി. ഇപ്പൊ എത്ര എനിക്ക് അറിയാൻ പാടില്ല. ഈ കാര്യം ഞാൻ കൊണ്ടുവന്ന് മുതലാളി കാണിച്ചു, ഫോൺ കാണിച്ചു, മുതലാളി നോക്ക് ദേ വീഡിയോ ഇത്ര ആയിട്ടുണ്ടായിരുന്നു കാണിച്ച്. ഇത് കേട്ടേ മുതലാളി പറയണേ, എടാ ഒരു കാര്യം ചെയ്യ്, അത് കുഴപ്പമില്ല, അത് ആ വീഡിയോയിൽ മാത്രമല്ലേ ഉള്ളൂ, നമുക്കിനി അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, വിഷയമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് നമ്മൾ ഇടുന്ന മിക്ക വ്ളോഗുകളിലും കമന്റുകൾ വന്നു തുടങ്ങി ആൾക്കാരുടെ. അതായത് ആ വീഡിയോ ഇത് ചേക്കേറിയ ആൾക്കാരെല്ലാം പടർന്ന് വന്നിച്ച് ഈ വ്ളോഗിലേക്ക് കയറി വന്നു തുടങ്ങി. അപ്പോൾ മുതലാളിക്ക് ഇപ്പോൾ മനസ്സിലായി രക്ഷയില്ല, ആൾക്കാർ വിടുന്നിരുന്ന് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഈ ചലഞ്ച് ചെയ്യാൻ പോവാണ്. മുതലാളി എന്താണ് ചലഞ്ചിന്റെ പേര് പറയൂ, മൊഴിയൂ. ഇപ്പൊ കൊറേ പേര് പറയും, ഇതാരാ ഇവരോട് ഇത്രയും ഇത് കമന്റ് ഇട്ട് പറയുന്നതെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് തെളിവിന് കുറച്ച് കമന്റ്. ഒരു മിനിറ്റ്, ഇജാതി ഊച്ചാളി കമന്റ് ഇടുന്ന ഊച്ചാളികൾക്കും മൂരാച്ചികൾക്കും മാക്കാച്ചികൾക്കും വേണ്ടിയാണ് നമ്മൾ കണ്ട് ഇവിടെ സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ടല്ലോ, എല്ലാം കമന്റുകൾ ഇവിടെ മൊത്തത്തിലുള്ളത്. അതെ. പിന്നെ ഒരുപാട് വ്ളോഗിൽ നമുക്ക് കമന്റ് വരുന്നുണ്ട്, അതൊന്നും നമുക്ക് അറിയത്തില്ല, കാരണം ഞങ്ങൾ ആ വ്ളോഗിലൊന്നും ഇപ്പം നമുക്ക് പോയി സെർച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം ഒത്തിരിയും കമന്റുകളുണ്ട്. അപ്പൊ മുതലാളി പറയൂ, എന്താണ് ചലഞ്ച്, പറ, മൊഴി. ഇത്ര നീ മൊഴിഞ്ഞില്ല, അതും കൂടെ നീ ഒറ്റ കൊണ്ടാക്കണ. അല്ല പിന്നെ വീഡിയോയുടെ പേരാണ് സ്പൈസി നൂഡിൽസ് ഈറ്റിംഗ് ചലഞ്ച്. പിടിക്കണ എന്റെ കഴുത്തേലോട്ട്. 1.5 വർഷം മുന്നേ ഈ വീഡിയോ വരാൻ കാരണമായ കാര്യം ഇദ്ദേഹം എന്നെ ഒരു പ്രാഗ് ചെയ്തതാണ്. ഇദ്ദേഹമാണ് എല്ലാത്തിനും കാരണം. എന്നിട്ട് പറഞ്ഞു കേട്ടോ ഞാനാണെന്ന്. സംഭവം വെച്ചാല് ഇരട്ടി സ്പൈസി പോയി, ഇരട്ടി സ്പൈസി. ഇത് കഴിച്ചു കഴിഞ്ഞാണ്ടല്ല, ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും. എന്റെ പൊന്നെ, എനിക്കിത് കേട്ടിട്ട് തന്നെ ചൂടെടുത്ത് വേർത്ത് ഞാൻ ഒരിക്കലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാട്ടോ. ഈ ഗ്യാപ്പിൽ കുളിക്കാൻ പോണം. എനിക്ക് ഇത് കഴിച്ചിട്ട് എരിയുന്ന കാര്യം ഓർത്തിട്ട് തന്നെ ഞാൻ വേർത്ത് ഒലിക്കുന്നു. ഞാൻ പോയത് മുഖമെങ്കിലും കഴുകി ഫ്രഷ് ആയിട്ട് വരാം. സാർ അതുവരെ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അതുണ്ടാക്ക്. ഈ ആഗ്നേ സ്കാർസ് കൊണ്ടും സൺ എക്സ്പോഷർ കൊണ്ടും ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് ഭയങ്കര കോമൺ പ്രോബ്ലം ആണല്ലേ. ആ പ്രോബ്ലത്തിന് പരിഹാരമായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് ആണ്. യെസ്, ഇതിൽ ഡാർക്ക് സ്പോട്ട്സ് ട്രീറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ആൻഡ് സേഫ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താണ്. സോ ഇത് സ്കിന്നിന് സേഫ് ആണ്, നാച്ചുറൽ ഗ്ലോ റിവീലും ചെയ്യും. ഇത് നല്ല വിസിബിൾ ആയിട്ട് ഡാർക്ക് സ്പോട്ട്സ് റെഡ്യൂസ് ചെയ്യും. ഇതിലെ ഇൻഗ്രീഡിയൻസ് ടർമറിക്കും ലിക്കോറൈസുമാണ്. ടർമറിക്കിന്റെ ഗുണം പൂർണ്ണമായി നിൽക്കാൻ വേണ്ടിയിട്ട് സ്വാരസ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ഷൻ ഉപയോഗിച്ചാണ് ഈ ഫേസ് വാഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് വർക്ക്സ് വിത്തൗട്ട് ഓവർ ഡ്രൈയിങ് യുവർ സ്കിൻ and has no staining properties. വളരെ കുറച്ച് ഹിമാലയ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് ടർമറിക് ഫേസ് വാഷ് എടുത്തതിന് ശേഷം കയ്യിലും കഴുത്തിലും ഒക്കെ സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കഴുകിയതിനു ശേഷം തുടച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടി ഡെയിലി ഒരു 2 പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ ഹിമാലയയുടെ തന്നെ ഡാർക്ക് സ്പോട്ട് ക്ലിയറിംഗ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. പ്രൊഡക്റ്റ് നൈസാണ്. ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ നമുക്ക് ഇനി നൂഡിൽസ് കഴിച്ചാലോ? കം ഓൺ. എല്ലാം റെഡിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങൾക്ക് അതൊരു അഞ്ജലി നേരിട്ട്. അതെ, മണം അടിച്ചിട്ട് എനിക്ക് തിന്നാനും തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ പേടിക്കണ്ട, ഒന്നും എടുത്ത് ഞാൻ പറയും, ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 10 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു നല്ല ഹോസ്പിറ്റലും ഉണ്ട്. പിന്നെ കുഴപ്പമില്ല, നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് വയറൊക്കെ ക്ലീൻ ചെയ്ത് വേറെ ആമാശയൊക്കെ ഫിറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നിനക്ക് എന്താടാ തിന്നുന്നതിന് മുമ്പ് തളർത്തുന്ന എന്തിനു തന്നെ? തന്നെ പഴുതാരയോ കോവയ്ക്കാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചൈനക്കാരുടെ സാധനം വന്നോ?
അതെ, സ്വാഭാവികം. കൊറിയൻ പഴുതാരയോ പാറ്റയോ തവളയോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് കഴിക്കാം. Cheers. Cheers. കഴിഞ്ഞ പ്രാവശ്യത്തെ വാഗ്ദാനം കൊണ്ടാണല്ലോ ഇപ്രാവശ്യം ഇത് ചെയ്യേണ്ടി വന്നത്. ഈ വീഡിയോ 1 million above വ്യൂ പോവുകയാണെങ്കിൽ 5 times സ്പൈസി. വേണ്ട 2 5 കയറുന്ന അഹങ്കാരമാ. 4 times സ്പൈസി കഴിക്കാം. ഓക്കെ, പ്രാർത്ഥിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ മാളിക മുഖ. നീ പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു, കഴിക്കി. അല്ല, പ്രാർത്ഥന കൂടിയ പിന്നെ കഴിക്കേണ്ടി വരത്തില്ലല്ലോ. പറ്റത്തില്ല, നീയല്ലേ അവരുടെ കമന്റ് ഒക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവന്നേ. കഴിക്കും നീ അങ്ങ്. 10 മിനിറ്റ് വീഡിയോ മുഴുവൻ പ്രാർത്ഥന. റെഡി? ഓ, വേറെ വഴിയില്ലല്ലോ. അപ്പൊ റെഡി. കുഴപ്പങ്ങളൊന്നുമില്ല. എരിവില്ല, ചെറുതായിട്ട്. മുഴുവൻ കഴിക്കണോ? അതാണ് ചലഞ്ച്. ഫുള്ള് ഇതില് തേങ്ങാക്കൊത്തല്ലത്. നീ നേരത്തെ പറഞ്ഞ പഴുതായിരുന്നു. ചേനയോ? ഇത് പറ്റിച്ചാണെന്ന് തോന്നിട്ട് അവര് നമ്മളെ. നമുക്ക് സാധാ നമ്മുടെ ഒരു മീൻകറി കൂട്ടുന്നൊരു എരിവ് അല്ലേ? എന്താ അത് മുളകായിരുന്നു തോന്നണേ. നല്ല എരി. പൊന്നെ, അറിയാൻ പാടില്ല സാർ. എന്തിനാ കഴിക്കാൻ പോയി? ഞാൻ അടുത്ത് മാറ്റി വെച്ചത്. അയ്യോ, നീ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് കഴിക്കടാ. എന്റെ ഇവിടെയൊക്കെ വെന്തു തുടങ്ങി. ശരിയെന്നുണ്ടാ? ഇതിന് എരിവുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ വീഡിയോ കാണുന്ന പോലെ പറയത്തക്ക എരിവൊന്നും നമുക്ക് തോന്നുന്നില്ല. എന്ത് പറ്റിയെന്നാ ഞാൻ ഇത്ര തിന്ന്. സ്പൈസി നൂഡിൽസ് എങ്കിലും വെറുതെ എന്തിനാ ഇത്ര ആക്രാന്തം? എനിക്ക് വേണ്ട, അതാ കഴിച്ചോട്ടേക്ക്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മള് ചലഞ്ച് ഏറ്റെടുക്കണം. നമ്മള് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എരിവ് ഫീൽ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോണ്ടിരിക്കണം. ഒത്തിരി വേണ്ട, കഴിക്കണ്ട. ചലഞ്ച് ഇത് വേണ്ടല്ലേ? ചുമന്ന വെള്ളത്തിൽ കിടന്ന് അലിയുന്നു കിടന്നെല്ലാം കൂടെ. അയ്യോ, ഞാൻ കരുതിയത് മധുരമാണെന്ന്. അറിഞ്ഞില്ല കേട്ടോ, സ്പൈസി ആണെന്ന് അറിഞ്ഞതേ ഇല്ലേ. പറയണ്ട, ഭയങ്കര എരിവെന്ന്. എന്ത് ഈ സമയത്ത് മതിയോ? രാത്രി ആവട്ടെ മേടിച്ചാൽ ഞാൻ. വെള്ളം എടുത്തില്ലേ? വെള്ളം അപ്പുറത്തെ മുറിയിലെ തോന്നുന്നു. ഇവിടെ ഭയങ്കര എരിവുണ്ടോടാ. ഇയാളുടെ വസ്തു പറഞ്ഞ എരിവില്ലെന്ന്. ആദ്യം എരിവുണ്ടായില്ല, പക്ഷെ ഇപ്പൊ ഭയങ്കര എരിവ്. പരത്തുന്നുണ്ടോ? ഇവിടെ ഈ ഭാഗം ഇത്ര മരവിച്ച പോലെ ഇരിക്കുന്നു. ഇരിഞ്ഞിട്ട് വയ്യ കുട്ടേ. ഛർദിക്കാൻ വരുന്നുണ്ട്. പണി കിട്ടി. ഒരു മിനിറ്റ്, ഈ വീഡിയോ കാണുന്ന ആരും ഇത് മറ്റേ ഫേക്ക് ആണെന്ന് പറയരുത്. കാരണം എനിക്ക് എരിവ് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഒരുപാട് എരിവ് കഴിക്കുന്ന ആളാണ്. എന്നായിരുന്നു മറ്റേ മുളക് വരുത്തുന്ന ആളല്ല. സ്പൈസി ആയിട്ടുള്ള ചിക്കൻ അതൊക്കെ കഴിക്കുന്ന ആളാണ് ഞാൻ. ഇദ്ദേഹം നേരെ ഓപ്പോസിറ്റ് ആണ്. ഇദ്ദേഹത്തിന് മധുരമുള്ളത് ഇഷ്ടം. ഏറിപ്പോയാൽ ലേസ് ഒക്കെ ഇച്ചിരി പഴയ മിമിക്രി ആർട്ടിസ്റ്റ് പേപ്പട്ടിരിക്കുക. അടിയ ചേട്ടാ, ഛർദിക്കാൻ വന്നെ. എനിക്ക് ഛർദിച്ചാ മൂക്കിക്കൂടെ പണി കിട്ടും. മുട്ട ഛർദിക്കില്ലേ? വൊമിറ്റില്ലേ? എന്നാ ചേട്ടാ, എടാ വെള്ളം എടുത്ത് വെക്കട്ടെ. കൊണ്ടുതരാം. ഒരു മിനിറ്റ് പറയാ. കിട്ടി. ഞാൻ വിയർത്തിട്ട ഭയങ്കരമായിട്ട്. താങ്ക് യു. ഇവിടെ മാറ്റി പറ്റുള്ള ഇതെടുത്ത കൈ കൊണ്ട് കണ്ണി തേച്ച്. സബാഷ്. നാക്കി തന്നെ കൊണ്ടിട്ട് പറ്റുള്ള. അപ്പോഴേ കണ്ണു. അല്ല, ഞാൻ പെട്ടെന്ന് വിയർപ്പ് കണ്ണി വീണപ്പോഴേ വിരലുകൊണ്ട് ഇങ്ങനെ തൂത്ത. അതിനറ്റത്ത് സ്പൈസി സംഭവം ഉണ്ടായിരുന്നു. ചുമന്നിട്ടുണ്ട്. എന്തൊരു വൃത്തിയുടെ ചലഞ്ച് അവനെ കൂട്ടിയത്. എനിക്ക് ഉരുണ്ട് വരണുണ്ട്.
ഇവിടെ നിന്ന് നിർത്തിക്കോ, പൊക്കോ ഒന്ന്. ഒരു മിനിറ്റ്, നേരത്തെ പറഞ്ഞ സംഭവം എന്താ, 1 മില്യൺ വ്യൂ ആയി കഴിഞ്ഞാൽ വേണ്ട നശിപ്പിച്ച് പോയി എല്ലാം കയ്യിൽ പോയി, എല്ലാം സബ് കുച്ച് കയ്യിൽ നിന്ന് പോയി. ഗൈസ്, നമ്മുടെ ചാനലിലെ മെയിൻ ആൾ പോയിട്ടുണ്ട്, അദ്ദേഹം കിടക്കുകയാണ്. എരിവെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഫസ്റ്റ് കഴിക്കുമ്പോൾ എരിവൊന്നുമില്ല, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എരിവുണ്ട്. എനിക്ക് വയറ് കത്തുന്നൊന്നുമില്ല, എൻ്റെ വയറിന് കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ ചുണ്ടിങ്ങനെ ഫുള്ളായിട്ട് എരിയുന്നുണ്ട്. പക്ഷേ എരിവ് കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വിയർത്ത് കുളിച്ചിരിക്കുകയാണ് ഞാൻ. ഈ ചലഞ്ച് ഞാൻ ഒരിക്കലും കുട്ടികൾ ട്രൈ ചെയ്യാൻ പറയത്തില്ല, മണ്ടത്തരമാണ്. ഇതിപ്പം ഡബിൾ സ്പൈസ്, അതായത് സാധാ സ്പൈസിന് ഡബിൾ സ്പൈസ് ആണിത്. ഇതിന്റെ 4 ടൈം സ്പൈസി ചലഞ്ചൊക്കെ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു, എന്തെന്നറിയാൻ പാടില്ല. നിങ്ങൾ നെക്സ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യും, നമ്മൾ ചെയ്യാം. ഇതുപോലത്തെ ഒന്നും ചെയ്തേക്കല്ലേ, മേ ബി വല്ല ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചോ അല്ലെങ്കിൽ ഐസ്ക്രീം ഈറ്റിംഗ് ചലഞ്ചോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറ. കാരണം എരിവ് അയാൾക്ക് പറ്റുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പണ്ട് തൊട്ടേ എരിവ് കഴിക്കാത്ത ഒരാളാണ്. എന്തായാലും അങ്ങനെ ഒരു പണിയുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എരിവ് ഇഷ്ടമുള്ളവർക്ക് ഈ സാധനം ഇഷ്ടപ്പെടും. എന്തൊക്കെയായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. നെക്സ്റ്റ് ഞങ്ങൾ എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ കമൻറ്റ് ചിലതൊന്നും ചെയ്തേക്കരുത്. ചേട്ടാ പോയിട്ട് ഇനി 5 ടൈം സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ട്, വേണമെങ്കിൽ ഞാൻ ചെയ്യാം, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ചെയ്യാൻ പറയരുത്, ബുദ്ധിമുട്ടാണ്. എനിക്കൊരു മിക്കവാറും ഞങ്ങൾക്കൊരു കമൻറ്റ് വന്നതാണ്, നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യാവോ എന്നും പറഞ്ഞു. ഞാൻ ആ കമന്റ് കുറെ വട്ടം കണ്ടുവിട്ടു. നെയിം ഈറ്റിംഗ് ചലഞ്ച് എന്താണെന്ന് എനിക്കറിയില്ല. അതോ ഇനി നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ട് ഇപ്പം A4 ആവക്കാഡോ അല്ലെങ്കിൽ A4 അപ്പം, അതാണ് ഉദ്ദേശം. ഇപ്പം B4 ബർഗർ അല്ലെങ്കിൽ ബജി, ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പേര് വെച്ചിട്ട് ഞാൻ ABC വെച്ചിട്ടാണ് വേണ്ടത്. ഇനി ഇത് മനസ്സിലായില്ല, അതറിയാമെന്ന് കമന്റ് ചെയ്യാം, നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക വേറെ ഏത് ചലഞ്ചാണ് വേണ്ടതെന്നുള്ളത്. ഈ സാധനം കാണുന്ന പിള്ളേരൊന്നും ഒരിക്കലും, ഇതൊക്കെ നമ്മുടെ എല്ലാ മോളിലും കിട്ടുന്ന നൂഡിൽസ് ആണ്, ഇതൊന്നും വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പോകരുത്. കാരണം പറഞ്ഞ പോലെ എരിവ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കുടലൊക്കെ ചിലപ്പം കീഴ്ത്തല, ആമാശയത്തിൽ ഇപ്പോൾ ഹോൾ വരാൻ ചാൻസ് ഉണ്ട്, സൂക്ഷിക്കുക. അദ്ദേഹം അപ്പം തന്നെ എല്ലാം വൊമിറ്റ് ചെയ്ത് കളഞ്ഞു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. എല്ലാവരും കണ്ടതിന് നന്ദി. ഫ്ലൈ ദുബായ്. നെക്സ്റ്റ് ചലഞ്ച് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത്. ടാറ്റാ.